ഇന്നത്തെ ദിവസം കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നോമ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളായിരുന്നു. രാവിലെ അത്താഴത്തിന് എണീച്ച ടൈമിൽ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ്. ഇന്ന് എൻ്റെ കൂടെ നോമ്പ് പിടിക്കാനായിട്ട് എൻ്റെ മോളും ഉണ്ട് കേട്ടോ കൂട്ടിന്. മെയിൻ ആയിട്ടുള്ള ടാസ്ക് എൻ്റെ മോളെ വിളിച്ച് ഉണർത്തുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഈ നോമ്പിനെല്ലാം അത്താഴത്തിന് വിളിക്കുമ്പോൾ ഒരൊറ്റ വിളിക്ക് അവൾ എണീക്കും കേട്ടോ. നോമ്പ് നോൽക്കാനൊക്കെ അൽഹംദുലില്ലാഹ് എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. അല്ലാതെ ക്ലാസ്സിൽ പോകാനും മദ്രസയിൽ പോകാനും ആയിട്ട് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും അവളെ വയ്യത്താല നടന്ന് വിളിച്ചാൽ അവൾ കറക്റ്റായിട്ട് അങ്ങോട്ട് എണീച്ച് പോരത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവളുടെ ഒരു ക്യാരക്ടർ. അത്താഴത്തിന് ഇങ്ങനെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാൻ എനിക്കും ഇഷ്ടമില്ല, മോൾക്കും ഇഷ്ടമില്ല കേട്ടോ. എങ്കിലും അവൾ കൂടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ആക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എങ്കിലും ഒരുവിധം അവൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ അവൾ ആ ഒരു ടൈമിന് ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. ദോശയും മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മസാല ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ പുലർച്ചയ്ക്ക് എണീച്ചപ്പോൾ ചൂടോടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു അത്താഴത്തിന് എണീക്കുക, ഇല്ലെങ്കിൽ അത്താഴത്തിനേക്ക് ഒരുക്കങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഒന്നാമത്തത് എന്ന് പറയുന്നത്, നമ്മളൊരു അത്താഴത്തിന് എണീക്കാൻ കൂടുതൽ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ്. ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അതുപോലെ വൈകിട്ട് തന്നെ നമ്മൾ പുലർച്ചത്തേക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എല്ലാവരും കൂടി അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഉണർത്തി രാവിലെ എണീച്ചിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ചൂടാക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക, അത് കഴിഞ്ഞ് ഒപ്പരം നിസ്കരിക്കുക, അതൊക്കെ വല്ലാത്തൊരു സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു. ഇപ്പോൾ അതെല്ലാം മിസ്സിംഗ് ആണ്. ഇവിടെ ആണെങ്കിലും ഇക്കാവിൻ്റെ ഉമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് തന്നെ പറ്റുന്ന യാതൊരു ഓർമ്മയില്ലാത്തൊരു സ്റ്റേജിലാണ് കേട്ടോ ഉമ്മ ഉള്ളത്. പിന്നെ ആണെങ്കിൽ ഇക്കാവ് എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ റമളാനിന് പോലും കുറഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, പെരുന്നാളിന് പോലും ഞങ്ങളുടെ കൂടെ എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എൻ്റെ ഫാമിലി ഇപ്പോൾ ഇവിടെ നാട്ടിലല്ലാത്തതുകൊണ്ട് അവരും വല്ലാതെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യപ്പെട്ട കാര്യങ്ങൾക്കൊന്നും എത്തിപ്പെടാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. കുറച്ചായിട്ട് എൻ്റെ മോളും എൻ്റെ കൂടെ നോമ്പ് നോൽക്കാനായിട്ട് എണീക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ചെറിയൊരു മിസ്സിംഗ് ആണ്. നമ്മൾ കിച്ചണിൽ നമ്മൾ തന്നെ പോയി എല്ലാം സെറ്റ് ചെയ്യണം, എല്ലാം റെഡിയാക്കി വെച്ച് ആ ഒരു ടൈമിനേക്കാണ് ഞാൻ മോളെ ഉണർത്താറുള്ളത്. പിന്നെ കിച്ചണിലെത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഒറ്റയ്ക്കല്ല, അവിടെ ഒന്ന് മിണ്ടി പറയാൻ ആരെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നല്ലൊരു രസമാണല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും ആരെങ്കിലും ഒന്ന് കൂട്ടിനുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. പക്ഷെങ്കിൽ അതിനുള്ളൊരു ചാൻസ് ഇല്ലാണ്ടായി പോയി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ നോർമലി ഇപ്പോൾ എത്രയോ ഫാമിലിയിൽ ആൾക്കാർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത് കാണാറും കേൾക്കാറും ഉണ്ട്. പക്ഷെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർക്കായിരിക്കുമല്ലോ അല്ലേ പഠിച്ചവൻ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നുണ്ടാവുക. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം കൂടുതൽ മെമ്പേഴ്സുള്ള വീട്ടിൽ പോകാനായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ തീരെ മെമ്പേഴ്സ് ഇല്ലാത്ത വീട്ടിലായിപ്പോയി ഞാൻ എത്തിപ്പെട്ടു. മെമ്പേഴ്സ് ഇല്ലായിട്ടല്ല, ഉണ്ട്, പക്ഷെ എല്ലാവരും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാൾ വീട്ടിൽ എക്സ്ട്രാ ഒരാൾ ഉണ്ടാവില്ല. ഞാനും കൈ മക്കളും ഉപ്പയും ഉമ്മയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഉപ്പ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനി ഉമ്മ ഉണ്ട്, പക്ഷെങ്കിൽ ഉമ്മ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ എന്നുള്ളൊരവസ്ഥയാണ്. ആളങ്ങനെ സംസാരിക്കുകയോ ഒന്നും ഇല്ല, ആളവിടെ ഉണ്ട് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു മിസ്സിംഗ് ആണ് ഇങ്ങനെ മിണ്ടി പറയാൻ ഒരാളില്ലാത്തതിൻ്റേതായിട്ട്. വിളിക്കാനാണെങ്കിൽ ഇപ്പം എൻ്റെ ഉമ്മ ആയാലും ഉപ്പ ആയാലും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ബ്രദർ, അതുപോലെ എൻ്റെ ഇവിടുത്തെ ഇത്താത്ത, ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് കേട്ടോ, എല്ലാവരും ഡെയിലി വിളിക്കുന്നുണ്ട്. അതുപോലെ വിളിച്ചാൽ ഒരു 1/2 അവർ ഇല്ല അതിൽ കൂടുതൽ ടൈമൊക്കെ ഞാൻ ഇത്താത്തേക്കായിട്ട് കൂടുതലായിട്ട് സംസാരിച്ചിരിക്കാറുണ്ട്. പക്ഷെങ്കിലും ഫോണിലൂടെ എത്ര തന്നെ നമ്മൾ സംസാരിച്ചാലും കൂട്ടിനൊരാൾ അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് കേട്ടോ. ഇക്കാവ് ലീവുള്ള ടൈം എന്ന് പറഞ്ഞാൽ ആൾ ഫുൾ ടൈം കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു വിഷമം ആ ഒരു ടൈമിന് ഞങ്ങൾ അങ്ങോട്ട് തീർക്കാറുണ്ട്. ഇന്ന് നിസ്കരിക്കാനായാലും ഓതാനായാലും ഒക്കെ എൻ്റെ മോള് കൂട്ടിനുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കൊന്ന് നേരം വെളുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം ഒന്ന് കനാൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിന് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു വന്നു, അത്രേ ഉള്ളൂ. അവർ ഇങ്ങനെ ഇരുണ്ട് കിടക്കണ ആ ഒരു ടൈമിൽ പുറത്തിറങ്ങാനായിട്ട് നല്ലൊരു രസമാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് അവിടെ വരെ പോയി തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഇന്നത്തേത് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു വീഡിയോസ് എടുത്ത് വെച്ചത്. പക്ഷേ അപ്പോൾ എത്രത്തോളം എനിക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് പിന്നെ വിചാരിച്ചു മോർണിംഗിൽ തന്നെ ഈ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം. ബാക്കി കൈയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഈവനിങ്ങിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ.